ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കേസിൽ സെഷൻസ് കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹർജി നാളെ പരിഗണിക്കും. അതിനിടെ വിഷയത്തിൽ BJP കേരളം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ ദൗത്യം വിജയം കാണുന്നതായി സൂചന. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് നിലവിലെ സാഹചര്യം? ഇന്ന് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ വന്നിരുന്നു. പക്ഷേ ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി ഇന്ന് അവർക്ക് ജാമ്യം അനുവദിച്ചില്ല. കാരണം മനുഷ്യക്കടത്തും മതപരിവർത്തനവും അടക്കം അവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ജാമ്യം അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. രണ്ടാമത്തേത്, ഇന്നിപ്പോൾ ആ വിഷയത്തിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അത് സെഷൻസ് കോടതിയുടെ മുൻപാകെ അപ്പീൽ എത്തിക്കഴിഞ്ഞു. അത് നാളെ കോടതി അത് പരിഗണിക്കുകയും ചെയ്യും. നാളെ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത് കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരിക്കും. പിന്നീട് സുപ്രീം കോടതി, ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ ഈ ജാമ്യത്തിനുള്ള ഒരു നീക്കം ഉണ്ടാകാനിടയുള്ളൂ. അതേസമയം അനൂപ് ആന്റണി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂല നിലപാടുണ്ടായി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാനുള്ള സാധ്യത തുറന്നു കാണുന്നുണ്ട്. അതേസമയം ഇന്ന് നാടകീയമായ ഒട്ടനവധി സംഭവങ്ങൾ ഈ ജയിലിന് മുമ്പാകെ അരങ്ങേറി. ഇടത് എംപിമാരും അതോടൊപ്പം തന്നെ UDF എംപിമാരും ഇന്ന് ജയിലിൽ എത്തി സൂപ്രണ്ടുമായി കുറെ അധികം സമയം കലഹിക്കുകയും പിന്നീട് UDF എംപിമാർക്ക് അകത്ത് കയറി കാണാൻ സാധിക്കുകയും ചെയ്തു. ഇടത് എംപിമാരോട് നാളെ രാവിലെ 9 മണിക്ക് വരാനാണ് നിർദ്ദേശിച്ചത്. ഈ രണ്ടു കൂട്ടരും മുൻകൂർ അനുമതി വാങ്ങാതെയാണ് കാണുന്നതിന് വേണ്ടി എത്തിയത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.